പ്രസാദിനായിട്ട് അടുത്തതായിട്ട് നമ്മൾ സമ്മാനിക്കാൻ പോകുന്നു ദഫ് മുട്ട് നടക്കുന്ന വേദി 19-ൽ ഷാബാസ് നിൽക്കുകയാണ്. ഷാബാസ്, പ്രസാദ് കണ്ണൂരിൽ നിന്ന് പൂരക്കളി ഇറക്കി. ഷാബാസ്, ദഫ് മുട്ട് റെഡിയല്ലേ അവിടെ? സുജയ, നമ്മൾ മലപ്പുറത്തുനിന്ന് ഒരു അടിപൊളി ദഫ് ടീമിനെ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ചടുലമായ ചുവടുകൾ, ഒപ്പം ദഫിലുള്ള ഇവരുടെ ഈ താളം, ഇതെല്ലാം കൂടി ഈ വേദി മയ്യഴിപ്പുഴയിൽ തുടങ്ങിയ ഓളം അനന്തപുരിയിൽ ആകെ അലയടിക്കുകയാണ്. എന്തായാലും കൂടുതൽ പറയുന്നില്ലേ, മലപ്പുറം IKT ചെറുകുളമ്പ് IKT സ്കൂൾ ദഫ് ടീമിന്റെ ഈ പ്രകടനം നമുക്കൊന്ന് കാണാം. കളിച്ചു തുടങ്ങിയാലോ? വേദി 19-ലെ പ്രകടനം. Allah Allah waslahu rahiyal wilaya haliriya muhiddin shaykh 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 bidaya shaykh sayyidina shaykh അപ്പോൾ അടിപൊളി പ്രകടനം കഴിച്ചിരിക്കുകയാണ്. ഇവരുടെ കൂടെ ഇവരുടെ പരിശീലകരുണ്ട്. തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ ദഫ് ടീമിനെ അണിനിരത്തുന്ന അനസ് മണ്ണാർക്കാടുണ്ട്. മാഷേ, ഇപ്രാവശ്യം ടീം അടിപൊളിയല്ലേ? ഇപ്രാവശ്യം ടീം അടിപൊളി തന്നെയായിരുന്നു. ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞ ഒരു നല്ല ബൈത്തുകൾ ചിട്ടപ്പെടുത്തിയ ഒരു വർഷമായിരുന്നു. കാരണം പുതിയ ഒരുപാട് ബൈത്തുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബൈത്തുകൾ ചിട്ടപ്പെടുത്തി തരാനും എഴുതി തരാനൊക്കെ നാസർ മങ്കട എന്ന് പറയുന്ന ഒരു ഇത്തവണ പ്രകടനം പൊളിച്ചു. ഇത് തന്നെ നമ്മുടെ കൂടെ തന്നെ ബൈത്തുകളൊക്കെ കമ്പോസ് ചെയ്യുന്ന ആൾ തന്നെയാണ്. എത്ര ടീം ഇപ്രാവശ്യം? ഒന്നൊന്നല്ല, നമുക്ക് മൊത്തം വട്ടപ്പാട്ടും ദഫും ഒക്കെ അടങ്ങി 7 ടീമുണ്ട്. അപ്പോൾ എല്ലാത്തിനും ടീമുണ്ട്, എല്ലാ പരിപാടികൾക്കും ടീം ഇറക്കിയിട്ടുണ്ട്. എത്ര വർഷമായി ഈ മേഖലയിൽ? ഞാനൊരു 16-17 വർഷമായി. അത്രയും ദഫ് മേഖലയിൽ ഉണ്ട്. സുജ, 16-17 വർഷം പരിചയമുള്ള ദഫ് കളിച്ച് പരിചയമുള്ള ദഫ് പരിശീലിപ്പിച്ച് പരിചയമുള്ള അനസ് മണ്ണാർക്കാടിൻ്റെ ടീമിൻ്റെ പ്രകടനമാണ് കണ്ടത്. ഇതേപോലെ 10-15 ടീമുകൾ ഇനി പ്രകടനം നടത്താനുണ്ട്. അവിടെ വേദിയിൽ ഇത് നടന്നുകൊണ്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് വേദി 19-ൽ അപ്പോൾ അരങ്ങേറ്റം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദഫിന്റെ ആ ഓളത്തിലേക്കും താളത്തിലേക്കും ഒക്കെ നമുക്ക് എത്തണം.